കായികം. കളി ഹൃദയത്തിലെലിഞ്ഞ ഒരു ജീവിതം അന്നുമിന്നും ആലമ്പാടിക്കുണ്ട്. ഇന്ന് ക്രിക്കറ്റിനാണ് ഏറെ പ്രിയമെങ്കിലും ആലമ്പാടിയുടെ ജനകീയ വിനോദം വോളിബോളായിരുന്നു. കാതറാർച്ച, കുഞ്ഞാമുച്ച, ബെടിയൗക്കൂച്ച, കരോടി വക്കീൽ തുടങ്ങിയവരെല്ലാം നാടിൻ്റെ മനം കവർന്ന വോളിബോൾ കളിക്കാരായിരുന്നു. ആലമ്പാടി കണ്ട ഏറ്റവും മികച്ച വോളിബോൾ കളിക്കാരനായിരുന്നു മേനത്ത് ഖാദർ. തകർപ്പൻ സ്മാഷുകൾ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ആ സ്മാഷിൽ ഒരാൾക്ക് ബോധക്ഷയം പോലും വന്നിട്ടുണ്ടത്രേ. 1965 കാലഘട്ടത്തിലായിരുന്നു ഖാദർ കളം നിറഞ്ഞു നിന്നിരുന്നത്. ആലമ്പാടി ടീമിൻ്റെ കളി കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. അവരുടെ നിലക്കാത്ത ആരവങ്ങൾ ആലമ്പാടിക്ക് ഒരു ഉത്സവ പ്രതീതി നൽകിയിരുന്നു. പഴയ ആളുകൾ കളി നിർത്തിയപ്പോൾ ആലമ്പാടിയിൽ വോളിബോൾ കളി കാണാതായി. എന്നാൽ ഇന്ന് ക്രിക്കറ്റിലൂടെയും മറ്റു കായിക ഇനങ്ങളിലൂടെയും ആലമ്പാടിയുടെ പേര് പുറം ലോകം അറിയുന്നുണ്ട്. ആലമ്പാടിയിലെ വിവിധ ക്ലബ്ബുകൾ നാടിൻ്റെ കളിമികവിന് ഏറെ ബലമേകിയിട്ടുണ്ട്. കലാരംഗം. കായിക രംഗത്തെന്ന പോലെ കലാസാംസ്കാരിക രംഗങ്ങളിലും ആലമ്പാടിയുടെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. ആലമ്പാടിയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധി പണ്ഡിതർ ജനിക്കുകയും അവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് സമൂഹത്തെ നേർവഴിയിലേക്ക് നടത്താൻ സഹായിച്ച കഥകൾ നമുക്ക് മുന്നിലുണ്ട്. നിരവധി കവികൾക്കും എഴുത്തുകാർക്കും ആലമ്പാടി ജന്മം നൽകിയിട്ടുണ്ട്. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നുകൊണ്ടിരിക്കുന്ന യുവ എഴുത്തുകാരനായ KM അബൂബക്കർ ഖാദിരി എറണാകുളം എഴുത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ശ്ലാഘനീയമാണ്. മാധ്യമങ്ങളിൽ വിവിധ വിഷയങ്ങളെ ആധാരമാക്കി രചിച്ച ലേഖനങ്ങളിലൂടെ വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കൃഷി. കരിമ്പ്, പുകയില കൃഷി, നെൽകൃഷി തുടങ്ങിയവയ്ക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു ആലമ്പാടി. മുമ്പ് ആലമ്പാടി പ്രദേശത്തെ പ്രധാന കൃഷി കരിമ്പായിരുന്നു. കരിമ്പിൽ നിന്ന് ശർക്കരയുണ്ടാക്കി വിൽപ്പന നടത്തിയായിരുന്നു ഇവിടുത്തുകാർ ഉപജീവനം കഴിച്ചിരുന്നത്. ശർക്കരയുണ്ടാക്കാൻ കരിമ്പിൻ നീര് എടുക്കുന്നതിനായി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരം ചക്കുകൾ സ്ഥാപിക്കുന്നതിനായി ധാരാളം ആലകൾ ഇവിടെയുണ്ടായിരുന്നു. ഈ ഓലപ്പുരക്ക് കരിമ്പാലകൾ എന്നായിരുന്നു പേര്. വബാഹ് അഥവാ പ്ലേഗ് രോഗം ആലമ്പാടിയെ പല ദുരന്തങ്ങളും വേട്ടയാടിയിട്ടുണ്ട്. അതിൽ പ്രധാനമായത് ഭീകരമായ വബാഹ് അഥവാ പ്ലേഗ് എന്ന രോഗമായിരുന്നു. ഈ രോഗം ആലമ്പാടിയിൽ 2 തവണ ദുരന്തം വിതച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ വബാഹ് 50ഓളം പേരുടെ ജീവൻ അപഹരിച്ചപ്പോൾ രണ്ടാമത്തെ വബാഹിൽ 12 പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. ചാലിൻ്റെ കരയിൽ താമസിച്ചവരായിരുന്നു മരിച്ചവരിൽ അധികവും. അതുകൊണ്ട് തന്നെ ചാലിലൂടെയാണ് ഈ രോഗം പടരുന്നത് എന്നായിരുന്നു ആൾക്കാരുടെ നിഗമനം. വിട്ടുമാറാത്ത ഛർദിയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. രോഗം വന്ന് മരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ പോലും രോഗം പകരുമെന്ന് ഭയന്നിട്ട് ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. രോഗശമനത്തിനായി പല പ്രാർത്ഥനകളും മുടങ്ങാതെ നടന്നിരുന്നു. സെല്ലിംന മിനൽ വബാഇ വത്താഊൻ തുടങ്ങിയ സിക്കറുകൾ 1000 പ്രാവശ്യം ഒരേ ഇരുത്തത്തിന് ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്ന് ജുമാക്ക് ശേഷം ഓതുന്ന യാസീൻ്റെ പിന്നിലുള്ള കഥയും മറ്റൊന്നല്ല. വബാഹ് രോഗം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പൂക്കോയത്തങ്ങളാണ് ജുമാക്ക് ശേഷം യാസീൻ ഓതാൻ നേർച്ചയാക്കിയത്. ആദ്യം എണീറ്റ് നിന്നാണ് യാസീൻ ഓതിയിരുന്നത് എങ്കിലും ഇടയ്ക്ക് പിന്നീട് യാസീൻ ഓതാതെയായി. പിന്നീട് നേർച്ച പുതുക്കുകയും ഇരുന്ന് ഓതാൻ തുടങ്ങുകയും ചെയ്തു. ഇന്നത്തെ മധുരകരമായ നിമിഷങ്ങൾ നാളത്തെ മധുരകരമായ ഓർമ്മകളാണ്. ആ ഓർമ്മകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു കവാടമായിരിക്കട്ടെ ഈ ഡോക്യുമെൻ്ററി. ഈ ധന്യമുഹൂർത്തത്തിൽ ആഹ്ലാദത്തോടൊപ്പം നന്ദിയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കുറിച്ചു വെക്കാത്ത ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ഓർമ്മയുടെ ആൽബം തുറഞ്ഞു വെച്ച നാടിൻ്റെ കാരണവർമാർ ഈ യാത്രയ്ക്ക് തണലേകുകയായിരുന്നു. നാൽത്തടക്കയിലെ വീരാച്ച, ആലമ്പാടിയിലെ ഉമ്പൂച്ച, പരേതനായ റാബി അബൂബക്കർ, അബ്ദുല്ല അക്കര, അബ്ദുൾ റഹ്മാൻ ഹാജി, മേനത്ത് ഖാദർ, മുബാറക്ക് മുഹമ്മദ് ഹാജി, പിന്നെ അബ്ദുൽ സലാം ദാരിമി, ഇവർ പറഞ്ഞു തന്ന വിവരങ്ങൾ ഞങ്ങളുടെ യാത്രയെ കൂടുതൽ എളുപ്പമാക്കി. ചരിത്രരേഖകളുടെ അഭാവം ഈ യാത്രയെ ദുഷ്കരമാക്കിയെങ്കിലും പിറന്ന നാടിൻ്റെ പൈതൃകം തേടിയുള്ള പ്രയാണം പ്രതിബന്ധങ്ങളിൽ തട്ടി നിലച്ചു പോവരുതെന്ന
ആത്മാർത്ഥമായ ആഗ്രഹം ഞങ്ങൾക്ക് കരുത്തു പകർന്നു. ഇനി വിലയിരുത്തലിൻ്റെ ശേഷഭാഗം നിങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളുക. അവകാശവാദങ്ങൾ പൂജ്യത്തിൽ നിൽക്കയാൽ കല്ലേറുകൾക്കിടയിലെ ഒരു നല്ല വാക്കിന് ഞങ്ങൾ കടപ്പെട്ടുകൊള്ളും. ഈ യാത്രയിൽ ഞങ്ങൾക്ക് സഹായവുമായി വന്ന് എല്ലാ മഹൽ വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട്, ഒപ്പം മൺമറഞ്ഞു പോയ നമ്മുടെ മഹാന്മാർക്ക് വേണ്ടി, മഹവറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഏടുകൾ ഇവിടെ അടച്ചു വെക്കുന്നു.